അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 7ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 13ാമത്തെ ചാപ്റ്റർ ഹുമുൽ മുസൈത്തിറൂൻ എന്ന പാഠാണ് വായിക്കുന്നത്. ഈ പാഠത്തിൽ പറയുന്നത് മുമ്പുള്ള 2 പാഠങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ആയത്തുകളാണ് ഈ പാഠത്തിൽ കൊടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആയത്തുകൾ: 1. ബസ്ത വയബ്സത്തു എന്നതിൽ സീന് കൊണ്ടും ബിമുസൈത്തിരിൻ അൽ മുസൈത്തിറൂൻ എന്നതിൽ സ്വാദ് കൊണ്ടുമാണ് ഓതേണ്ടത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബസ്ത, സ്വാദിന്റെ മേലിലെ ചെറിയൊരു സീനുണ്ട്. അപ്പൊ അതിനർത്ഥം സ്വാദിനെ സീനായിട്ടാണ് ഓതേണ്ടത്. അതുപോലെ തന്നെ വയബസ്സത്തു എന്നതിലും സ്വാദിന്റെ മുകളിൽ ചെറിയൊരു സീന് കാണുന്നുണ്ട്. അപ്പൊ സ്വാദ് സീനായിട്ടാണ് ഈ 2 പദങ്ങളിൽ ഓതേണ്ടത്. പക്ഷേ മുസൈത്തിർ, മുസൈത്തിറൂൻ ഈ 2 പദങ്ങളിലോ സ്വാദായിട്ട് തന്നെ പാരായണം ചെയ്യേണ്ടതാണ്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫഹു ലഹു അളആഫൻ കസീറഹ വല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. സൂറത്തുൽ ബഖറയിലെ 245-ാമത്തെ ആയത്താണ്. ഇവിടെ നോക്കൂ, വയബ്സുതു എന്നത് സ്വാദാണെങ്കിലും അവിടെ സീനായിട്ടാണ് ഓതേണ്ടത്. അവഅജബ്തും അൻ ജാഅകും ദിക്റും മിർ റബ്ബികും അലാ റജുലിൻ മിൻകും ലിയുൻദിറകും വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ഖൗമി നൂഹിൻ വസാദകും ഫിൽ ഖൽഖി ബസ്ത فاذكروا آلاء الله لعلكم تفلحون. അറാഫ് സൂറത്തിൽ 69-ാമത്തെ ആയത്ത്. ഇവിടെ നോക്കൂ, ബസ്ത സ്വാദാണെങ്കിലും അവിടെ സീനായിട്ടാണ് ഓതേണ്ടത് എന്നറിയിക്കാൻ സ്വാദിന്റെ മുകളിൽ ചെറിയ സീന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്വാദല്ല ഓതേണ്ട, മറിച്ച് സീനായിട്ടാണ് അവിടെ ഓതേണ്ടത്. ബസ്ത എന്നാണ് ഓതേണ്ടത്. അം ഇൻദഹും ഖസാഇനു റബ്ബിക അം ഹുമുൽ മുസൈത്തിറൂൻ. സൂറത്ത് തൂറിലെ 37-ാമത്തെ ആയത്ത്. ഇവിടെ മുസൈത്തിറൂൻ എന്ന സ്വാദായിട്ട് തന്നെ പാരായണം ചെയ്യേണ്ടതാണ്. ഇനി 2ാമത്തെ നോക്കൂ, അലാമാ ഫറത്തു അഹത്തു മാ ഫറത്തും ലഇൻ ബസത്ത എന്നിവിടങ്ങളിൽ ത്വാഇന്റെ ഇത്ബാഖിനെ പ്രകടമാക്കി തായിലേക്ക് ഇദ്ഗാം നാഖിസ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. അതായത് ഈ പറയപ്പെട്ട പദങ്ങളിൽ ത്വാഇന്റെ ഇത്ബാഖിനെ പ്രകടമാക്കണം. എന്താണ് ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇത്ബാഖിന്റെ അക്ഷരങ്ങൾ 4 സ്വാദ്, ളാദ്, ത്വാ, ലാ. ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മദ്യം കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഫ്ഖീം ചെയ്ത് ഓതണം. അതുകൊണ്ടാണ് ഇവിടെ ഇത്ബാഖ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് ഇത്ബാഖ് ചെയ്യാം. ഒന്നും കൂടെ തഫ്ഖീം ചെയ്ത് ഓതാം. ത്വാഇനെ ഒന്നും കൂടെ തഫ്ഖീം ചെയ്ത് തായിലേക്ക് ഇദ്ഗാം നാഖിസ് ചെയ്യാം. ഇദ്ഗാം നാഖിസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ഇദ്ഗാം ചെയ്തിട്ടാണ് ഓതേണ്ടത്. അപ്പൊ ത്വാ നന്നായിട്ട് ഉച്ചരിക്കുന്നതോട് കൂടെ തായിലേക്ക് ഇദ്ഗാം ചെയ്യാം. അലാമാ ഫറത്തു അഹത്തു മാ ഫറത്തും ലഇൻ ബസത്ത എന്നിങ്ങനെയാണ് അവിടെ ഓതേണ്ടത്. നോക്കൂ, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹി വഇൻ കുന്തു ലമിനസ് സാഖിരീൻ. സൂറത്ത് സുമറിലെ 56-ാമത്തെ ആയത്ത്. ഇവിടെ വന്നിട്ടുള്ളത് അലാമ ഫറത്തു, ത്വാഇന്റെ ഇത്ബാഖിനെ പ്രകടമാക്കിയിട്ട് തന്നെ ത്വാഇനെ തായിലേക്ക് ഇദ്ഗാം നാഖിസ് ചെയ്യുക, അഥവാ ചെറിയ രീതിയിൽ ഇദ്ഗാം ചെയ്തിട്ടാണ് ഓതേണ്ടത്.
فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين. നംല സൂറത്തിലെ 27-ാമത്തെ ആയത്ത്. ഇവിടെയുണ്ട് അഹത്തു. അഹത്തു ത്വാഇനെ ഇത്ബാക്ക് പ്രകടമാക്കിയിട്ട് തായിലേക്ക് ഇദ്ഗാംനാക്ക് ചെയ്യാം. فلما استيئسوا منه خلصوا نجيا قال كبيرهم ألم تعلموا أن أباكم قد أخذ عليكم موثقا من الله قد أخذ عليكم موثقا من الله ومن قبل ما فرطتم في يوسف فلن نبرح الأرض حتى يأذن لي أبي أو يحكم الله لي وهو خير الحاكمين. യൂസഫ് സൂറത്തിലെ 80-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ നോക്കൂ, മാ ഫറത്തും ത്വാഇന്റെ ഇത്ബാക്ക് കൂടുതൽ പ്രകടമാക്കിയിട്ട് ത്വാഇനെ താലിദ്ഗാം നാക്കിസ് ചെയ്യാം. അടുത്ത ആയത്ത്, ലഇം ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതി യദിയ ഇലൈക ലിഅഖ്തുലുക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. മാഇദ സൂറത്തിലെ 48-ാമത്തെ ആയത്ത്. ഇവിടെയും ലഇം ബസത്ത നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓതേണ്ടത്. ഇനി 3-ാമത്തെ ആയത്തിൽ നോക്കൂ, വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. ഈ ആയത്തിൽ എന്നതിൽ വല ആമുറന്നഹും എന്നതിൽ മാത്രമാണ് ഹംസയെ നീട്ടി ഓതേണ്ടത്. എല്ലാ ഹംസകളും എഴുത്തിൽ ഒരുപോലെയാണെങ്കിലും 3-ാമത്തെ വേർഡ് വല ആമുറന്നഹും അവിടുത്തെ ഹംസ നീട്ടിയിട്ടാണ് ഓതേണ്ടത്. ആയത്ത്, വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും ഫലയുബത്തികുന്ന ആദാനൽ അൻആമി വല ആമുറന്നഹും ഫലയുഗയ്യിറുന്ന ഖൽഖല്ലാഹ് ومن يتخذ الشيطان وليا من دون الله فقد خسر خسرانا مبينا. നിസാ സൂറത്തിലെ 119-ാമത്തെ ആയത്ത്. ഇവിടെ വല ആമുറന്നഹും അങ്ങനെ ഇവിടെ ഓതുന്നുണ്ട്. ഇവിടെ നോക്ക് 4-ാമത്തത്, فلما جاء أمرنا نجينا صالحا والذين آمنوا معه برحمة منا ومن خزي يومئذ إن ربك هو القوي العزيز. ഹൂദ് സൂറത്തിൽ 66-ാമത്തെ ആയത്ത്. മറ്റൊരായത്ത് നോക്കൂ, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനി. സൂറത്തുൽ മാരിജ്. ഈ 2 ആയത്തിൽ എന്താ പറയുന്നത്? ഈ 2 ആയത്തുകളിലും യൗമിഇദ് എന്നതിൽ മീമിന് കസ്ർ നൽകി ഓതണം. യൗമിഇദ് എന്നാണ് ഓതേണ്ടത്. സാധാരണ ഓതാറുള്ളത് യൗമ ഇതിൻ എന്ന മീമിന് ഫത്തഹായിട്ടാണ് ഓതാറ്. പക്ഷെ ഈ 2 ആയത്തില് യൗമിഇദിൻ മീമിന് കസ്റായിട്ടാണ് ഓതേണ്ടത്. 5-ാമത്ത്, അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂരി ബിഇദ്നി റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അല്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വവൈലുൽ ലിൽ കാഫിരീന മിൻ അദാബിൻ ശദീദ്. ഇബ്രാഹിം സൂറത്തിൽ 2-ാമത്തെ ആയത്താണ്. ഇവിടെ എന്താണുള്ളത്? 2-ാമത്തെ ആയത്തിന്റെ തുടക്കത്തിൽ അല്ലാഹി എന്ന് കസ്ർ നൽകിയാണ് ഓതേണ്ടത്. ഇവിടെ 2 ആയത്തിലാണ് ഇബ്രാഹിം സൂറത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ 2-ാമത്തെ ആയത്തിന്റെ തുടക്കം അല്ലാഹില്ലദി എന്നാണ്. അല്ലാഹുല്ലദി എന്നല്ല,
മറിച്ച് അല്ലാഹി ഹാഇന് കസ്റായിട്ടാണ് ഓതേണ്ടത്. ഇനി ലാസ്റ്റ് ആയത്ത് ആറാമത്തത് ഹാഫിളു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. അസ്സലവാത്തി എന്ന പദം ശ്രദ്ധിക്കണം. ഇവിടെ സ്വലവാത്തി എന്നാണ്, എന്തല്ല സ്വലാത്തി എന്നല്ല, മറിച്ച് ഇവിടത്തെ വാവാണ് നീട്ടേണ്ടത്. അലസ്വലവാത്തി. ഈ ആയത്തുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോതിയിട്ടില്ലെങ്കിൽ കൂടുതൽ സാധ്യതയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഇനി തദ്ബീബാത്ത് നോക്കൂ. ഒന്ന് നഖ്താർ സ്വഹീഹ, ശരി തെരഞ്ഞെടുക്കാനാണ്. അതിലൊന്നാമത്തത് വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. ഇതിൽ നീട്ടി ഓതേണ്ടത് 3 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. വല ഉളില്ലന്നഹും വല ഉമന്നിയന്നഹും വല ആമുറന്നഹും. ഏതാ ശരി? മൂന്നാമത്തത്, അഥവാ വല ആമുറന്നഹും. 2 സീന് കൊണ്ടാണ് ഓതേണ്ടത്. ബസ്ത വബസ്വലിഹ ലാ യുബസിറൂൻ. ഒന്നാമത്താണ് ശരി, ബസ്ത. അവിടെ സ്വാദാണെങ്കിലും സീനായിട്ടാണ് ഓതേണ്ടത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബ്, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഹാഫിളു അലസ്സലവാത്തി. ഈ ആയത്തിൽ ശ്രദ്ധിക്കണം എന്ത്? ഇവിടെ സ്വലവാത്തി എന്നാണ് ഓതേണ്ടത്. വാവിനെ നീട്ടിയിട്ടാണ് ഓതേണ്ടത്, ലാമിനെ അല്ല. 2 ലഇം ബസത്ത എന്ന് ഓതുമ്പോൾ ശ്രദ്ധിക്കണം എന്ത്? താഇന്റെ ഇത്ബാഖിനെ പ്രകടമാക്കി തായിലേക്ക് ഇദ്ഗാം നാഖിസ് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം അംഹുമുൽ മുസൈത്തിറൂൻ എന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മൂന്നാമത്തെ ആക്ടിവിറ്റി തഖ്സീസ്. അതിലൊന്ന് നക്തശിഫു നഖറു മിനൽ ഖുർആനിൽ ആയാത്തുൽ മദ്കൂറത്തി ഫിൽ വഹദ. ഈ യൂണിറ്റിൽ പറയപ്പെട്ട ആയത്തുകള് നന്നായി ഓതി മനസ്സിലാക്കാനാണ്. രണ്ടാമത്തെ നഖർ സൂറത്തുൻ നിസാ 75 മുതൽ 121 വരെയുള്ള ആയത്തുകൾ തജ്വീദ് നിയമപ്രകാരം ഓതി നോക്കുക. 3 നഹ്ഫദ് സൂറത്ത് യാസീൻ 73 മുതൽ 78 വരെയുള്ള ആയത്ത്, സൂറത്തുൽ വാഖിഅ 85 മുതൽ 90 വരെയുള്ള ആയത്തുകൾ കാണാതെ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.